ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബഷീറാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് മൊബൈലിലൂടെ അടയ്ക്കാൻ പറ്റും. നമ്മുടെ സ്മാർട്ട് മുഖാന്തരം എങ്ങനെ അടയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡുകളെ കൊണ്ട് അടയ്ക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സ്മാർട്ട് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഫസ്റ്റ് വരുന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പ്രോപ്പർട്ടി ടാക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേ എന്നുള്ളത് അമർത്തുക. അത് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ഇത് വന്നു. പിന്നെ സ്മാർട്ട് സെർച്ച്, അഡ്വാൻസ് സെർച്ചിൽ കൊടുക്കുക. നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പം ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്ത്, അത് ലോക്കൽ ബോഡി നെയിം, കടവല്ലൂർ. വാർഡ് ഇയർ അവിടെ വന്നു. വാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മുടെ ഏതാ വാർഡ് വെച്ചെങ്കിൽ 3 കല്ലുംപുറമാണ് നമ്മുടെ വാർഡ്. പിന്നെ ഡോർ നമ്പറും സബ് നമ്പറും. ഡോർ നമ്പർ നമ്മൾ 287 കൊടുത്തു, മറ്റേ ബി കൊടുത്തു. എന്നിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ എംനെറ്റ് റോബോട്ട് എന്ന് പറഞ്ഞാൽ അത് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തുകൊണ്ട് നമ്മളുടെ ഡീറ്റെയിൽസ് ഇവിടെ വരും, ഏതാണെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ടാക്സ് പേ ചെയ്തതാണ്. പേ ചെയ്യാത്തതാണ് വെച്ചെങ്കിലാണ് നമുക്ക് അടയ്ക്കാൻ പറ്റുക. പേ ചെയ്താണ് ഇങ്ങനെയാണ് വരിക. ടാക്സ് പേ ചെയ്താണ് വേണ്ട, നോ പെൻഡിങ് ഡിമാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണും. പേ ചെയ്യാത്തതാണ് വെച്ചെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇവിടെ കാണിക്കും. എന്നിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മളുടെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കാൻ പറയും. ആ മൊബൈൽ നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. ആ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ ഏത് ഓൺലൈൻ സൈറ്റ് മുഖാന്തരമാണ് നമ്മൾ അടയ്ക്കുന്നത്, ആ ഓൺലൈനിൽ അടയ്ക്കാൻ പറ്റും. അതായത് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡാണോ, ക്രെഡിറ്റ് കാർഡാണോ, ബാങ്ക് നെറ്റ് ബാങ്കിങ് ആണോ, അതുമല്ല നമ്മളുടെ ഗൂഗിൾ പേ വഴിയാണോ, പേൺ പേ വഴിയാണോ, ഏത് ഇത് വാലറ്റ് മുഖാന്തരം നമുക്കത് അടയ്ക്കാൻ പറ്റും. അത് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്കതിൻ്റെ റെസീറ്റും കിട്ടും. റെസീറ്റ് കിട്ടുക എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നമുക്കത് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഇതേമാതിരി നമുക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഫോൺ നമ്പർ കൊടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇപ്പോൾ ടാക്സൊക്കെ അടച്ചു, നമുക്ക് റെസീറ്റും കിട്ടി, നമ്മളത് സേവ് ചെയ്ത് വെക്കാൻ മറന്നു, അതല്ല വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടൊരു ടൈമിൽ ഈ സാധനം ഡൗൺലോഡ് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ആ റെസീറ്റ്, നമ്മൾ അടച്ചതിൻ്റെ റെസീറ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡൗൺലോഡ് റെസീറ്റ് എന്നുള്ളതിൽ അമർത്തുക. എന്നിട്ട് നമ്മളുടെ ഫോൺ നമ്പർ, നമ്മൾ അന്ന് കൊടുത്തുള്ള നമ്പർ ഏതാണോ അത് കൊടുക്കുക. അത് കൊടുത്തിട്ട് ഗെറ്റ് OTP എന്നുള്ളത് കൊടുക്കുക. വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടച്ചതിൻ്റെ റെസീറ്റൊക്കെ വരും. നമ്മൾക്ക് ഇപ്പോൾ പല ലോക്കൽ ബോഡിയിൽ നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ ഏതാണെച്ചെങ്കിൽ അത് കൊടുക്കുക. നമ്മളിപ്പോൾ ലോക്കൽ ബോഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ കടവല്ലൂർ മാത്രമാണ്. ഞാനിപ്പോൾ 1-2 സ്ഥലത്ത് അടച്ചിട്ടുണ്ട്, അത് കാരണം കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. കടവല്ലൂരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണ്ട. അതിപ്പോൾ ഞാൻ ഇന്ന് അടച്ച 24/2/2026 അടച്ച ഇതാണത്. 570 രൂപ ഇപ്പോൾ ഒന്ന് അടച്ച ഇതിന് വേണ്ടി അടച്ച ഇതാണത്. അങ്ങനെ ഓരോ എത്ര ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്കിതിൽ കാണാം. ഈ നമ്പറിൽ വെച്ചിട്ട് നമ്മൾ എത്ര ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്കിതിൽ കാണാം. നമ്മളുടെ റെസീറ്റ് എപ്പോഴും സേഫായിട്ടിരിക്കും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ പ്രിൻ്റ് എടുക്കാനും അതിൻ്റെ പിന്നെ PDF എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒരു നമ്പർ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്പർ ഈ ടാക്സ് അടയ്ക്കുമ്പോൾ അതിൽ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.